ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഐ ഒഴികെ ആർക്കും സീറ്റ് നൽകേണ്ടെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണ. പത്തനംതിട്ടയുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമാക്കാമെന്നും തീരുമാനിച്ചു. സിറ്റിംഗ് എംപിമാരിൽ പി കരുണാകരൻ ഒഴികെ എല്ലാവരും മത്സരിക്കും. പത്തനംതിട്ട സീറ്റ് ജെഡിഎസിന് നൽകിയേക്കും. കഴിഞ്ഞ തവണ അവർക്ക് നൽകിയ കോട്ടയം സീറ്റിൽ സിപിഎം സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കും. പുതുതായി എടുത്ത ഘടകകക്ഷികൾക്കൊന്നും സീറ്റ് നൽകേണ്ടെന്നാണ് തീരുമാനം. പി കരുണാകരൻ അനാരോഗ്യം കാരണമാണ് മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്നത്. ആറ്റിങ്ങൽ എ സമ്പത്ത്, പാലക്കാട് എം പി രാജേഷ്, ആലത്തൂർ പി കെ ബിജു, കണ്ണൂർ പി കെ ശ്രീമതി എന്നീ സിറ്റിംഗ് എംപിമാരായിരിക്കും മത്സരിക്കുക. ചാലക്കുടിയിലെ സ്വതന്ത്രൻ ഇന്നസെന്റ് മത്സരിക്കണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹം. ഇത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്നാൽ പി രാജീവിനെ ചാലക്കുടിയിൽ നിർത്തുമെന്നും അറിയുന്നു. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. 16 സീറ്റിലും പാർട്ടി സ്ഥാനാർത്ഥികളും അവരുടെ സ്വതന്ത്രരും മത്സരിക്കുമ്പോൾ ആർ ബാലകൃഷ്ണപിള്ളയും വീരേന്ദ്രകുമാറും നോക്കി നിൽക്കേണ്ടി വരും. ലോക് താന്ത്രിക് ജനതാദൾ വടകരയും ജനാധിപത്യ കേരള കോൺഗ്രസും എൻസിപിയും പത്തനംതിട്ടയും കേരള കോൺഗ്രസ് എസ് എറണാകുളവും ചോദിക്കുന്നുണ്ട്. പത്തനംതിട്ട സീറ്റ് വേണമെന്നാവശ്യപ്പെട്ട് എൻസിപി നേതൃത്വം LDFന് കത്ത് നൽകിയിട്ടുണ്ട്. ഇവരുമായി ചർച്ച നടത്താനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റ് തീരുമാനം വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ശബരിമല വിഷയത്തിൽ NSSും ചില ഹൈന്ദവ സംഘടനകളും ചർച്ച ആക്ടിന്റെ പേരിൽ ക്രൈസ്തവ സഭകളും ഇടഞ്ഞു നിൽക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാകും. എറണാകുളത്ത് സെബാസ്റ്റ്യൻ പോളിനെ മത്സര രംഗത്ത് കൊണ്ടുവരാനും സാധ്യതയുണ്ട്. സിറ്റിംഗ് MP KV തോമസിനെതിരെ യൂത്ത് കോൺഗ്രസ് അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. അത് മുതലെടുക്കാൻ സെബാസ്റ്റ്യൻ പോളിനെ പോലൊരാൾ വേണമെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. ലത്തീൻ സഭകളുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധമാണ്. രാജ്യസഭാ MP എന്ന നിലയിൽ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ ഉൾപ്പെടെ പ്രശംസ പിടിച്ചുപറ്റിയ പി രാജീവിനെ ചാലക്കുടിയിൽ നിന്ന് മത്സരിപ്പിക്കാനുള്ള നീക്കം നല്ലതാണെന്നാണ് വിലയിരുത്തൽ. കോൺഗ്രസിൽ നിന്ന് യുവ നേതാക്കളായിരിക്കും മത്സരിക്കുക. അങ്ങനെയെങ്കിൽ രാജീവായിരിക്കും ഉചിതം. PC ചാക്കോ വീണ്ടും മത്സരിച്ചാൽ 8 നിലയിൽ പൊട്ടുമെന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്നുണ്ട്. ജനാധിപത്യ കേരള കോൺഗ്രസും NCPയും പത്തനംതിട്ട സീറ്റിനായി വാശി പിടിക്കുമ്പോൾ അത് രമ്യമായി പരിഹരിച്ചില്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ കോലാഹലമുണ്ടാകും. പെരിയ കൊലപാതകവും ശബരിമലയും ജനങ്ങളിൽ നിന്ന് മുന്നണിയെ അകറ്റിയിട്ടുണ്ട്. അത് പരിഹരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അമ്പെ പാളിപ്പോയി. NSSുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ അങ്ങോട്ട് വരെ ചെല്ലാമെന്ന് യാചിച്ച കോടിയേരി അവസാനം നാണം കെട്ട് കണ്ടം വഴി ഓടേണ്ടി വന്നു. അതിനാൽ ഇക്കാര്യങ്ങളെല്ലാം വിലയിരുത്തിയാകും സിറ്റിംഗ് സീറ്റുകളിൽ ഒഴികെ സ്ഥാനാർത്ഥികളെ CPM നിർത്തുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.